അസ്സലാമു അലൈക്കും. 14/2/2025 വെള്ളിയാഴ്ച. നാട്ടിലുള്ളവർക്ക് ഇന്ന് മഗ്‌രിബിന് ശേഷം ബറാഅത്തിന്റെ രാവ് തുടങ്ങുകയാണ്. ബറാഅത്തിന്റെ രാവിന്റെ ശ്രേഷ്ഠത പറയാത്ത ഒരൊറ്റ ഇമാമിങ്ങളുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ രാവിൽ പ്രത്യേകമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമുണ്ട് എന്നാണ്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ രാവിന് പ്രത്യേകതയുണ്ട് എന്ന് സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം നന്മ മുടക്കികളായ വഹാബികളുടെ അപ്പോസ്തലൻ ഇബ്നു തീമിയ പോലും കൃത്യമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ രാവിന്റെ പ്രത്യേകതകളും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകത ഇല്ല എന്ന് പറഞ്ഞ ആരും ഒഴിവാകാൻ നോക്കണ്ട. പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായും പൊത്തി മിണ്ടാതിരിക്കലല്ല ചെയ്യേണ്ടത്. ധാരാളം നന്മകൾ ചെയ്യുക. ആ നന്മയിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ദിമ്യാത്തി അവിടുത്തെ നിഹായത്തുൽ അമലിൽ പറയുന്നത് കാണാം. 3 യാസീൻ പാരായണം ചെയ്യുക. ഒന്നാമത്തേത് തൻ്റെയും തനിക്ക് വേണ്ടപ്പെട്ടവരുടെയും ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ. രണ്ടാമത്തേത് തൻ്റെയും തൻ്റെ വേണ്ടപ്പെട്ടവരുടെയും ഭക്ഷണത്തിൽ ബർക്കത്തും വിശാലതയും ഉണ്ടാകാൻ. മൂന്നാമത്തത് ആഖിബത്ത് നന്നായി മരിച്ച് ഈമാനോടുകൂടി മരിച്ച് വിജയികളിൽപ്പെടാൻ. കൂട്ടത്തിൽ സൂറത്തു ദുഹാനും പാരായണം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പകലിൽ നോമ്പ് പിടിക്കുക എന്നുള്ളത്. അതിന് തെളിവായി നമ്മൾ ഉദ്ധരിക്കുന്നത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യുഹ്തജ്ജു ബിഹി, അത് തെളിവിന് പറ്റിയതാണ്. കാരണം ഇസ്ലാമിൽ ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എടുത്ത് തോട്ടിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതല്ല. അങ്ങനെ ഒരൊറ്റ ഉലമാഉം പഠിപ്പിച്ചിട്ടില്ല.